അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ബോയിലിംഗ് പോയിന്റ്. എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ലിക്വിഡ് എടുത്ത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നു, ചൂടാക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ആ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്? അത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ എപ്പോൾ എത്തുന്നോ ആ സമയം മുതൽ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം നോക്കാം. സാധാരണയായിട്ട് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്, നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ എപ്പോഴായിരിക്കും അത് ബോയിൽ ചെയ്യുന്നത്? ആ ടെമ്പറേച്ചർ നോക്കിയാൽ നമുക്ക് കാണാം, ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഏതൊരു ലിക്വിഡിനെ നോക്കിക്കഴിഞ്ഞാലും ഓരോ ലിക്വിഡിനും അതിൻ്റേതായ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. എപ്പോഴാണ് ഇത് ബോയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബോയിലിംഗ് പോയിന്റിനെ ഡിഫൈൻ ചെയ്യാം? Boiling point of a liquid is the temperature at which the vapor pressure of the liquid becomes equal to the atmospheric pressure. എപ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത്? ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, അതായത് ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, വേപ്പർ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, അപ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടങ്ങുക. അതിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്യുവർ സോൾവെൻറ്റും അതുപോലെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത ഒരു സോൾവെൻറ്റുമാണ്. പ്യുവർ സോൾവെൻറ്റിനെ നമ്മൾ ബോയിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പ്യുവർ സോൾവെൻറ്റിനെ ബോയിൽ ചെയ്യുമ്പോൾ വളരെ ഈസിയായി വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലൻ്റ് ആവുകയും സോൾവെൻറ്റ് വളരെ വേഗത്തിൽ ബോയിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത ഒരു സോൾവെൻറ്റ്, അതായത് ആ സൊല്യൂഷൻ ഒന്ന് നമ്മൾ ബോയിൽ ചെയ്യുന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ വേപ്പർ പ്രഷർ ഓട്ടോമാറ്റിക്കലി കുറയും. ഇത്തരത്തിൽ വേപ്പർ പ്രഷർ കുറഞ്ഞിട്ടുള്ള ഒരു മിക്സ്ചറിന് എപ്പോഴാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആവാൻ പറ്റുക? നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം അല്ലേ? കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സെയിം സോൾവെൻ്റ് ഉള്ള പ്യുവർ സോൾവെൻറ്റും അതുപോലെ തന്നെ സൊല്യൂട്ട് സോൾവെൻറ്റ് മിക്സർ ആയിട്ടുള്ളൊരു സൊല്യൂഷനും കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? സോൾവെൻറ്റ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ് സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ് ഇൻ വിച്ച് ദ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ്. ഒരേ സൊല്യൂഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരേ സോൾവെൻറ്റ് ഉപയോഗിച്ച് എടുക്കുന്ന ഒരു സൊല്യൂഷൻ്റെയും പ്യുവർ സോൾവെൻറ്റിൻ്റെയും ബോയിലിംഗ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഉള്ള ഈ വ്യത്യാസത്തെ, പ്യുവർ സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെ ഡെൽറ്റ ടി ബി എന്ന് നമുക്ക് സൂചിപ്പിക്കാം. എന്താണ് ഡെൽറ്റ ടി ബി? ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റും പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് T0 B. എന്താണ് ടി ബി? ടി ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട്
ഫോം ചെയ്തിട്ടുള്ള സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ് TB എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്താണ് T0B? T0B എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ആ സോൾവെൻറ്റ് അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള ബോയിലിംഗ് പോയിൻ്റ് എത്രയാണോ അതാണ് T0B എന്നതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻസ് ഈസ് ഹയർ ദാൻ സോൾവെൻറ്റ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനെ നമുക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി റെപ്രസെൻറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഇൻ കെൽവിനും അതുപോലെ തന്നെ വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സൊല്യൂഷൻ്റെയും അതുപോലെ പ്യുവർ സോൾവെൻറ്റിൻ്റെയും ബോയിലിംഗ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കൂ, ആദ്യമായിട്ട് നമുക്ക് സോൾവെൻറ്റിനെ കൺസിഡർ ചെയ്യാം. സോൾവെൻറ്റിനെ ബോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതായത് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നു. എപ്പോഴാണ് അത് ബോയിൽ ചെയ്യുന്നത്? എപ്പോഴാണോ അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത് ആ ടെമ്പറേച്ചറിൽ സോൾവെൻറ്റ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഈ ഗ്രാഫിൽ റെഡ് കളറിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് സോൾവെൻറ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിൻറ്റിനെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആ ഒരു ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പോയിന്റിൽ സൊല്യൂഷൻ എന്ത് സംഭവിക്കുന്നു? സൊല്യൂഷൻ ബോയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? സൊല്യൂഷൻ ബോയിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു മിക്സ്ചറിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഹീറ്റ് ചെയ്ത് കൊടുത്ത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ മാത്രമേ അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നുള്ളൂ. ആ ടെമ്പറേച്ചറിനെയാണ് TB എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് TB? TB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ സൊല്യൂഷൻ വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ടു ദ സോൾവെൻറ്റ്. ഒരു സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ് TB എന്ന് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയും പ്യുവർ സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും ബോയിലിംഗ് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്നുള്ളത് സോൾവെൻറ്റിനെ അല്ല, കൂടുതലായും സൊല്യൂട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് പ്യുവർ സോൾവെൻറ്റിനേക്കാളും കൂടുതലാകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ ബോയിലിംഗ് പോയിൻ്റ് എന്നുള്ളത് അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്നുള്ളത് നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിനാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായി നമുക്ക് കണക്കാക്കാം. ഇതിന് കൂടുതൽ എവിഡൻസ് തരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് കണ്ടു അല്ലേ? എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്? ഒരു പ്യുവർ സോൾവെൻ്റ് ബോയിലിംഗ് പോയിൻറ്റും എന്നാൽ ഒരു പ്യുവർ സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ വ്യത്യാസം വരുന്നു എന്നുള്ള മെഷറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് മനസ്സിലായി സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻ്റ് ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും കൂടുതലാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ പല എക്സ്പെരിമെൻസും എന്ത് കാണിക്കുന്നു? പല എക്സ്പെരിമെൻറ്റ്സ് വഴി നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ΔTB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M. ഒരു സൊല്യൂഷൻ്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? മൊളാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ΔTB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M എന്ന്. എന്താണ് മൊളാലിറ്റി? മൊളാലിറ്റി എന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് സോൾവെൻറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് സോൾവെൻറ്റ്. ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ΔTB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു M. എന്താണ് ഈ കോൺസ്റ്റൻറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
കോൺസ്റ്റൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് KB എന്ന് പറഞ്ഞ ടേമാണ്. ആ KB എന്നാൽ KB ഈസ് കോൾഡ് ബോയിലിംഗ് പോയിൻറ്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ്. KB നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിൻറ്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്, അതുമല്ലെങ്കിൽ ഇബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ 3 പേരുകളിൽ അറിയപ്പെടുന്നു KB. എന്താണ് KB? ബോയിലിംഗ് പോയിൻറ്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ്, മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്, അതുപോലെ ഇബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ഓരോ ലിക്വിഡിനും അല്ലെങ്കിൽ ഓരോ സോൾവെൻറ്റിനും KB വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ KB വാല്യൂവും മൊളാലിറ്റിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ TV ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. ഈ KB എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. KB ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB ഡിവൈഡ് ബൈ M എന്നത്. If the molality of the solution is 1, the elevation of boiling point is equal to the ibloscopic constant. അപ്പോൾ എന്താണ് ഇബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്? ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൊല്യൂഷൻ്റെ മൊളാലിറ്റി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിന് ഈക്വലൻ്റ് ആണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി 1 ആണെങ്കിൽ ആ സൊല്യൂഷൻ്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്നത് എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് എന്താണെന്ന് കണ്ടു. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റും എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റും മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഫ്രം ദിസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഉപയോഗിച്ച് എങ്ങനെയാണ് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഡെറിവേഷൻ ഒന്ന് ചെയ്യാം. അതിനുവേണ്ടി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് എന്നത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M ആണ്. എന്താണ് KB? KB എന്ന് പറയുന്നത് മൊളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബ്ലോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ആണ്. M എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അതുകൊണ്ട് തന്നെ മൊളാലിറ്റി എന്നതിന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആയതുകൊണ്ട് തന്നെ മൊളാലിറ്റിയെ W2 ഡിവൈഡഡ് ബൈ M2 ഡിവൈഡഡ് ബൈ W1 ബൈ 1000 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് W1 ആൻഡ് W2? W1 ആൻഡ് W2 ആർ ദ masses of solvent and solute respectively. എന്താണ് M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? M2 is the molar mass of solute ആണ് അല്ലേ? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? M is equal to 1000 into W2 divided by W1 into M2 എന്ന് എഴുതാം. Substitute the value of M in equation number 1. ഈ ഇക്വേഷൻ നമ്മൾ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ substitute for M in equation 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ M എന്നുള്ളതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2 എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് കാണാം
ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു കെ ബി. കെ ബി എന്താണ്? എബിലോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു 1000 ഇൻറ്റു W2. W2 എന്താണ്? ദ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, ഡിവൈഡഡ് ബൈ W1. W1 എന്താണ്? ദ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻറ്റു M2. M2 എന്താണ്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കാണാം M2 ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു W2 ഇൻറ്റു KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു W1 എന്ന് എഴുതാം. ഇത്തരത്തിൽ M2 നമുക്ക് കണ്ടുപിടിക്കാം. ഏതുപയോഗിച്ച്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഉപയോഗിച്ച് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എത്രത്തോളം ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം വരുന്നു, അതായത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നത് ആഡ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ടിൻ്റെ മോളാർ മാസിനെ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ elevation of boiling point is considered as a colligative property.